അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാന്റെ കരയിലേക്ക് അടുക്കുകയാണ്. അതായത് അമേരിക്ക തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുകയാണ്. ഈ ഡൊണാൾഡ് ട്രംപ് തന്നെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു, തങ്ങളുടെ കപ്പലാണ് ഇറാന്റെ അടുത്തേക്ക് എത്തുന്നത്. എന്നാൽ ഇറാൻ ഇതിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളതാണ്. എന്താണ് സത്യത്തിൽ അമേരിക്കയുടെ ഒരു ഉദ്ദേശശുദ്ധ്യം എന്ന് പറയുന്നത്? രേഷ്മ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക അവരുടെ നിലപാട് കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇറാനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല, ഇറാൻ ഏത് നിമിഷവും ആക്രമിക്കുമെന്നൊരു ഭീതി പശ്ചിമേഷ്യയിലും ലോകരാജ്യങ്ങളിലും ഒക്കെ പടർത്തുക എന്ന ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പടക്കപ്പലുകളുമായിട്ട് നേരെ ഇറാൻ്റെ തീരത്തേക്ക് പോകുന്നത്. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് അമേരിക്ക പറയുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങൾ ഇറാനെ ആക്രമിക്കും, ഇറാൻ്റെ പ്രക്ഷോഭകർക്ക് പിന്തുണ കൊടുക്കും, ഇറാനെ തകർക്കാൻ ഞങ്ങൾ മുന്നിലുണ്ടാകുമെന്നൊക്കെ ട്രംപ് നിരന്തരം പറയുന്നുണ്ടെങ്കിലും ട്രംപിൻ്റെ ഈ അവകാശവാദങ്ങളൊക്കെ വെറും വെല്ലുവിളികൾക്കും വീരവാദങ്ങൾക്കും അപ്പുറം അത് നടപ്പായിട്ടില്ല എന്നുള്ളത് ലോകം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഇറാനിൽ ഖാംനെയി ഭരണം താഴെ വീഴും, ഉടൻ തന്നെ ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഷാ ഭരണകൂടത്തിൻ്റെ പിന്തുടർച്ചക്കാർ ട്രംപിൻ്റെ പിന്തുണയോടുകൂടി ഇറാനിൽ ഭരിക്കും, ഇറാനിലെ ഇസ്ലാമിക ഭരണം അവസാനിക്കും തുടങ്ങിയ വാദങ്ങളൊക്കെ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി പാശ്ചാത്യ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ നിരന്തരമായി പറയുകയാണ്. പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇറാനാണെങ്കിൽ തിരിച്ചു വന്നു. ഇറാനിൽ ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിയൻ ഭരണകൂടത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ആയത്തുള്ള അലി ഖാംനെയിക്ക് പിന്തുണയുമായിട്ട് അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങുകയാണ്. അപ്പോൾ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഇറാനിൽ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രക്ഷോഭകാരികളായിട്ടുള്ള ആളുകൾ അടിച്ചമർത്തുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ പങ്കുപറ്റിക്കൊണ്ട് ഇറാനെ തകർക്കാൻ ശ്രമിച്ച ഇറാൻ്റെ ഉള്ളിലെ ചാരന്മാരെ ഇറാൻ ഭരണകൂടം പിടിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഇനി ഇറാനെ തകർക്കാൻ കഴിയില്ല എന്ന് ഏറെക്കുറെ അമേരിക്കയ്ക്കും പാശ്ചാത്യ ലോകത്തിനും മനസ്സിലായി. പിന്നെയുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഇറാനെ ഭയപ്പെടുത്തി കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇറാൻ്റെ തീരത്തേക്ക് USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയൊരു പടക്കപ്പലാണ് നീങ്ങുന്നത്. ആ ഒരു കപ്പലും പിന്നെ ഒപ്പം 3-4 യുദ്ധക്കപ്പലുകൾ വേറെയുമുണ്ട്. അപ്പോൾ ഈ കപ്പലുകളെ സംബന്ധിച്ച് ഈ കപ്പലുകൾ ഉപയോഗിച്ച് ഒരു രാജ്യത്തെ തകർക്കുക എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നിഷ്പ്രയാസം കഴിയുന്ന കാര്യമാണ്. അതായത് ഇറാൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ തകർക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട പ്രകൃതിദത്തമായൊരു വലിയ സംരക്ഷണം ഇറാനുണ്ട്. എന്ന് മാത്രമല്ല ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കുറെ കൂടി ശക്തമാണ്. ജൂണിൽ ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നേതൃത്വത്തിലൊരു ആക്രമണം ഈ ഇറാനിലേക്ക് ഉണ്ടായതിനു ശേഷം ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയുടെ കൂടി സാങ്കേതിക സഹായത്തോടെ കൂടുതൽ കരുത്തുറ്റതാക്കിയിട്ടുണ്ട് ഇറാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ കഴിയുന്നത് പോലെ എളുപ്പത്തിൽ ഇറാനെ പൂർണ്ണമായും തച്ചുടച്ച് തകർക്കാൻ കഴിയില്ല. പക്ഷേ ഇറാനെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇറാൻ്റെ കുറേയൊക്കെ ഭാഗങ്ങളിൽ ബോംബിട്ടുകൊണ്ട് ഞങ്ങളൊരു വലിയ യുദ്ധം തുടങ്ങുകയാണ് എന്ന് പറയാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഒരുപക്ഷെ ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത് അത്തരത്തിൽ ഇറാനെ ഭയപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഞങ്ങളോട് ഇടഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ വലിയ യുദ്ധം ചെയ്യും, ഞങ്ങൾ തകർത്ത് കളയും എന്നൊരു ഇമേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് എന്നാണ് തോന്നുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇറാനിലേക്ക് പൊടുന്നനെ ഇറാൻ ലക്ഷ്യമിട്ടുകൊണ്ട് യുദ്ധക്കപ്പലുകളുമായി അമേരിക്ക മുന്നോട്ട് പോകും. ഈ അമേരിക്ക യുദ്ധക്കപ്പലുകൾ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയുണ്ടോ? അല്ലെങ്കിൽ ഇതിനെ പാശ്ചാത്യ രാജ്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഒരു യുദ്ധഭീതി എന്നുള്ളത് വീണ്ടും വരികയാണ്. നമുക്കറിയാം അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് ഖത്തറും ഈജിപ്തും ഒക്കെ ചേർന്ന് മധ്യസ്ഥ വഹിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒരു വലിയ വിരാമമുണ്ടായത്. ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോകുന്നു, ഹമാസ് തങ്ങളുടെ പക്കലുള്ള ബന്ദികളെ മുഴുവൻ വിട്ടുകൊടുക്കുന്നു. അതിനുശേഷം കാര്യമായ ഒരു യുദ്ധഭീതി, ചെറിയ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്നു എന്നതിനപ്പുറം മുമ്പ് നമ്മൾ കണ്ടിരുന്നത് പോലെ ഒരു വലിയ യുദ്ധഭീതിയൊന്നും പശ്ചിമേഷ്യയിൽ പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ആ ഭീതി വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീതി വരുന്നത് ഇസ്രായേൽ ഇറാനെതിരെ തിരിഞ്ഞതോടുകൂടിയാണ്. ഇസ്രായേൽ ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ്, ട്രംപിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, അമേരിക്ക ശ്രദ്ധിക്കണം, ഇസ്രായേലും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ പൊതുശത്രുവായ ഇറാൻ അവിടെ ആണവ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആണവായുധം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന സംശയം നമുക്കുണ്ട്. എന്ന് മാത്രമല്ല അവർ നമ്മളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വലിയ ശേഖരം ഒരു വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് 3000-ലധികം പ്രത്യേകതരം ബാലിസ്റ്റിക് മിസൈലുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇറാൻ. അത് ഇസ്രായേലിന് വലിയ ഭീഷണിയാണ്, അമേരിക്കയുടെ ഗൾഫിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് ഭീഷണിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടൻ തന്നെ രംഗത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു യുദ്ധകാഹളം മുഴക്കിയത് ഇസ്രായേലാണ്. പക്ഷേ ഇസ്രായേൽ അങ്ങനെ ഒരു
യുദ്ധകാഹളം മുഴക്കിയപ്പോൾ തന്നെ ഇറാൻ അതിശക്തമായ ഭാഷയിലാണ് അതിനെതിരെ പ്രതികരിച്ചത്. ഇറാൻ പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഇറാൻ്റെ ഡിഫൻസ് കൗൺസിലിൽ തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട ഈ സൈനികരുടെയൊക്കെ തലവന്മാർ പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ലക്ഷ്യം വെച്ചാൽ, ഞങ്ങൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ, അമേരിക്കയോടാണ് പറഞ്ഞത്, നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ മിസൈലുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ഖാംനെയിയുടെ രോമത്തിൽ തൊട്ടാൽ, അല്ലെങ്കിൽ ഖാംനെയിക്ക് ഏതെങ്കിലും തരത്തിലൊരു ഭീഷണി ഉണ്ടായാൽ, ഖാംനെയിയെ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ട്രംപിനെ വധിക്കും എന്ന് പരോക്ഷമായി ഇറാൻ്റെ സ്റ്റേറ്റ് ടെലിവിഷൻ വഴി ഈ ട്രംപിന് നേരെ ഉണ്ടായിട്ടുള്ള പഴയൊരു വധശ്രമ വീഡിയോ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഇറാൻ പ്രതികരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും നാളായിട്ട് അമേരിക്ക ഇറാനെതിരെ വലിയ തോതിൽ ഇത്തരത്തിൽ ശബ്ദമുയർത്തിയിട്ടും ഇറാൻ ഭയന്ന മട്ടില്ല. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു ഭയപ്പാടുമില്ല. നിങ്ങൾ എത്ര സന്നാഹങ്ങളുമായി വേണമെങ്കിലും വന്നോളൂ, അതിനെതിരെ ആക്രമണം നടത്താൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ, അതിനെ ഇല്ലാതാക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കും ആക്രമണങ്ങൾ നടത്താനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരിക്കലും ഞങ്ങൾ ഇത്തരത്തിൽ പിന്നോട്ട് പോകില്ല എന്ന് തന്നെ കൃത്യമായി വ്യക്തമായി ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് വേദനിപ്പിക്കണം, അല്ലെങ്കിൽ ഇത്രയും വെല്ലുവിളി നടത്തിയിട്ടും ഇറാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ അമേരിക്ക ലോകത്തിന് മുമ്പിൽ കോമാളികളായി നിൽക്കും. ട്രംപ് ഒരു വലിയ കോമാളി നേതാവ് എന്ന നിലയിലേക്ക് ലോകം വിലയിരുത്തും. അപ്പോൾ തൻ്റെ പ്രസ്റ്റീജ് പ്രശ്നമായിട്ട് ഇറാൻ വിഷയത്തെ കണ്ടുകൊണ്ട് ട്രംപ് ഇറാനെ ഒന്ന് ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ യുദ്ധക്കപ്പലുകളുമൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ യുദ്ധക്കപ്പലുകളുമൊക്കെ ആയിട്ട് നീങ്ങുന്ന സമയത്ത് അമേരിക്ക ഉദ്ദേശിക്കുന്നത് അത് ഒരു പൂർണ്ണമായ യുദ്ധമൊന്നുമല്ല, ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ ഏത് നിമിഷവും നിങ്ങളെ ആക്രമിക്കും, അതുകൊണ്ട് നമുക്ക് ചർച്ച നടത്താം എന്ന നിലയിലേക്ക് ഒരു ചർച്ചയ്ക്ക് സമ്മർദ്ദം ചെലുത്തുന്നതായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അമേരിക്ക ഇതേ സമയം തന്നെ ഈ ഇറാൻ്റെ തീരത്തേക്ക് ഇതുപോലെ ഈ പടക്കപ്പലുകളൊക്കെ ആയിട്ട് പോകുന്ന അതേ സമയം തന്നെ ഗൾഫിലെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും വ്യാപകമായിട്ടുള്ള ആയുധങ്ങളും വിമാനങ്ങളും എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകും എന്ന ഭീതി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇറാൻ തകരുമെന്ന സ്വപ്നങ്ങളൊക്കെ അമേരിക്കയുടെ കയ്യിൽ നിന്ന് പോയി. ഇറാൻ ഒന്നും സംഭവിച്ചില്ല, ഇറാൻ്റെ ആഭ്യന്തര കലാപം എങ്ങും എത്തിയില്ല, ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായതുമില്ല. അമേരിക്ക ഇറാനെ എപ്പോഴും ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇറാൻ അമേരിക്കയ്ക്ക് ഒരു തലവേദനയാകുന്നത്, അമേരിക്ക പറയുന്നതൊന്നും കേൾക്കാതെ വെല്ലുവിളിച്ച് തിരിച്ചടിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതേ പാതയിൽ ഒരുപാട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അണിനിരക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ തന്ത്രങ്ങളൊന്നും വിലപ്പോവില്ല. അപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ പശ്ചിമേഷ്യയിൽ നടപ്പാക്കണമെങ്കിൽ ആദ്യം ഇറാൻ തങ്ങൾക്കൊപ്പം നിൽക്കണം. അത് സന്ധി ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാനുമായി കൈ കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഐക്യത്തിലേക്ക് പോകാൻ അമേരിക്കയുടെ ഈഗോ അവരനുവദിക്കുന്നില്ല. കാരണം അവർ സാമ്രാജ്യത്വ ലോകശക്തികളാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോയിട്ടൊരു കൈ കൊടുത്ത് ഞങ്ങളെയും കൂടി നിർത്തൂ എന്ന് അപേക്ഷയൊന്നും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നില്ല. മറിച്ച് ഇറാനെ പേടിപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ള ഒരു തന്ത്രമാണ് അമേരിക്ക പയറ്റുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സന്നാഹങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇറാൻ ഇതിൽ വീഴില്ല എന്നുള്ളത് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വന്നോളൂ, ബാക്കി നമുക്ക് നോക്കാമെന്ന നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഇറാൻ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയൊരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അടുത്തത് സംഭവിക്കാൻ പോകുന്നത്? അമേരിക്ക എന്തിനെയൊക്കെ ഭയപ്പെടണം, അല്ലെങ്കിൽ എന്തൊക്കെ നേരിടേണ്ടി വരും? അത് രേഷ്മ, അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് അമേരിക്ക മുതിരാനുള്ള സാധ്യതയില്ല. ഇനി അങ്ങനെ അമേരിക്ക ചെയ്താൽ അത് അമേരിക്കയുടെ കഷ്ടകാലത്തിൻ്റെ തുടക്കം എന്ന് മാത്രം കണ്ടാൽ മതി. കാരണം പിന്നീട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് അപ്രവചനീയമാണ്. ഏതൊക്കെ ആയുധങ്ങളുടെ ശേഖരമാണ് ഇറാൻ അഴിച്ചുവിടാൻ പോവുക എന്നും ഇസ്രായേലിന് നേരെയായിരിക്കും ആദ്യത്തെ ആക്രമണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോൾ യുദ്ധം ഇല്ലാതിരുന്നൊരു സാഹചര്യത്തെ ഇത്രത്തോളം വഷളാക്കിയതിന് പിന്നിൽ ഇസ്രായേലാണ് അമേരിക്കയിലേക്ക് പോയി ട്രംപിനെ കുത്തിയിളക്കി നമുക്ക് യുദ്ധം ചെയ്യാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ആ സമയത്താണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് തങ്ങളുടെ ആയുധശേഖരം ഇത്രത്തോളം ഉണ്ട് എന്ന നിലയിലേക്ക് ഇറാൻ പ്രതികരിച്ചത്. എന്ന് മാത്രമല്ല, ഇറാൻ ആക്രമിക്കുമെന്ന നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ചയേ ചെയ്തിട്ടില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ചൊൽപ്പടിക്ക് നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഇനി ഇറാന് നേരെ ആക്രമണം നടത്തി വരുതിയിലാക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ആദ്യത്തെ അടി കിട്ടാൻ പോകുന്നത് ഇസ്രായേലിനായിരിക്കും. ഇസ്രായേലിൻ്റെ പല നഗരങ്ങളും നിന്ന് കത്തുന്നത് നമ്മൾ കാണേണ്ടി വരും. അത് ഇറാൻ മാത്രമായിരിക്കില്ല, ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അടക്കം, ഹിസ്ബുള്ള അടക്കമുള്ള സകല ഗ്രൂപ്പുകളും അവരുടെ ഒരു അന്തിമ പോരാട്ടം എന്ന നിലയിലേക്ക് ഇറങ്ങും. കാരണം ഇപ്രാവശ്യം എന്നത്തെയും പോലെയല്ല, ഇപ്രാവശ്യം ഇറാനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഖാംനെയെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതായത് മുമ്പ് ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടാൻ ശ്രമിച്ചു, അത് ചീറ്റിപ്പോയപ്പോഴാണ് കഴിഞ്ഞ ജൂണിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഇറാനിൽ പ്രയോഗിച്ചത്. എന്നിട്ടും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ഒരു പരിക്കേൽപ്പിക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല, അത് തോറ്റുപോയി അവർ. പക്ഷേ അന്ന് 12 ദിവസം നീണ്ടു നിൽക്കുന്ന കനത്ത ആക്രമണം ഇറാൻ തിരിച്ചു നടത്തി. അന്ന് ഇറാൻ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ ഒരു ടെസ്റ്റ് ഡോസാണ്, ഇത് വലിയ യുദ്ധമായിട്ടൊന്നും കാണണ്ട, ഞങ്ങളുടെ കൈവശമുള്ള ചില ആയുധങ്ങളൊക്കെ ഞങ്ങൾ പരീക്ഷിച്ചതാണ്, അതും മിഡ് റേഞ്ച് ആയുധങ്ങളാണ്, പ്രധാനപ്പെട്ട ആയുധങ്ങളൊന്നും ഈ ആക്രമണത്തിന് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അന്ന് ഇറാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടായി നിൽക്കുന്നൊരു സമയത്ത് ആയത്തുള്ള അലി ഖാംനെയെ പിടികൂടും എന്ന് ട്രംപ് പറയാതെ പറഞ്ഞൊരു സാഹചര്യം, അങ്ങനെ ഒരു ഭീതി നിലനിൽക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഒരു സൈനിക നീക്കം കൂടി ഇറാനിലേക്ക് ഉണ്ടായാൽ പിന്നെ ഇറാന് മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. അവരുടെ ഡിഫൻസ് കൗൺസിലിൽ അവരെ പ്രധാനമായി പറഞ്ഞ 2 കാര്യങ്ങളിൽ, ഒന്ന് ആഭ്യന്തര കലാപം തടയുമെന്നും 2 ശത്രുക്കൾക്കെതിരെ ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്നാണ്. അതിൽ പ്രാഥമികമായ ലിസ്റ്റുള്ളത് ഇസ്രായേലാണ്. ഏതെങ്കിലും തരത്തിലൊരു യുദ്ധത്തിലേക്ക് അമേരിക്ക കടന്നിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് കത്തുന്ന സാഹചര്യമുണ്ടാകും. ഇതിനു മുമ്പ് ഖത്തറിലേക്ക് ഒരു ആക്രമണം നടത്തിയതുമാണ് ഇറാൻ. അപ്പോൾ നടക്കില്ല, ഇറാൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നവർ വിഡ്ഢികളാണ് എന്ന് നമ്മൾ പറയും. കാരണം ഇറാൻ തെളിയിച്ചിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇറാന് റഷ്യയുടെ വലിയ സാങ്കേതിക പിന്തുണ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ ചൈനയുടെ വലിയ സാമ്പത്തിക സഹായത്തിലുള്ള ഓഫർ നിലനിൽക്കുകയാണ്. അപ്പോൾ അമേരിക്കയ്ക്കെതിരെ ഒരു തുറന്ന പോരിലേക്ക് ഇറാൻ ഇറങ്ങിയാൽ, അതായത് അമേരിക്ക ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കും, ഉറപ്പാണ്. ഇറാൻ ആരോടും സമ്മതം ചോദിക്കേണ്ട, ആരോടും ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. ഇറാൻ ഓൾറെഡി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ആക്രമണം വരുന്നത് ഇസ്രായേലിലേക്കായിരിക്കും. അതിന് പിന്നാലെ തന്നെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വരും. അതുപോലെ തന്നെ കടലിലുള്ള, ഇപ്പോൾ ഇറാൻ്റെ സമീപത്തെ കടൽ മേഖലകളിൽ നങ്കൂരമിട്ട് കിടക്കുന്ന അമേരിക്കയുടെ പടക്കപ്പലുകൾ തെറിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം മുമ്പ് ഇതേപോലുള്ള കപ്പലുകൾ ഉപയോഗിച്ചാണ് ചെങ്കടലിൽ ഹൂത്തികളെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ ഒരു വലിയ സന്നാഹം കൊണ്ടുവന്നത്. അമേരിക്ക മാത്രമായിരുന്നില്ല, നാറ്റോ രാജ്യങ്ങളുടെ ഒക്കെ സൈനിക സേവനം ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി പടക്കപ്പലുകളുമായിട്ട് ഹൂത്തികളെ ചെങ്കടൽ ഓപ്പറേഷനിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇറങ്ങിയതാണ്. ഒടുവിൽ ഈ കപ്പലുകളിൽ സ്ഫോടനം നടന്ന് ഈ കപ്പലുകൾക്ക് കേടുപാടുണ്ടായി, ഒപ്പമുള്ള ചില യുദ്ധക്കപ്പലുകൾ മുങ്ങിത്തുടങ്ങിയപ്പോഴാണ് അമേരിക്ക ആ ദൗത്യം പിന്തിരിഞ്ഞോടിയത്. ഹൂത്തികളെന്ന് പറയുന്നത് ഇറാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയൊരു സേനയാണ്. അവർ ചെങ്കടൽ മാത്രം, അവിടെ ഒരു പ്രത്യേക മേഖലയിൽ നിലനിൽക്കുന്നൊരു സൈന്യമാണ്. അപ്പം അവരുടെ മുന്നിൽ പോലും പരാജയപ്പെട്ട പാരമ്പര്യമുള്ള അമേരിക്ക കടൽ മാർഗം ഇറാനെ തീർക്കാനൊക്കെ ഇറങ്ങി തിരിച്ചാൽ ആ പടക്കപ്പലും പോവും, അതിലുള്ള മുഴുവൻ ആളുകളും സന്നാഹങ്ങളും നഷ്ടമാകും. ഒപ്പം പശ്ചിമേഷ്യയിലെ സകലമാന അവരുടെ ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ആക്രമണത്തിന് ഇരയായേക്കും എന്നുള്ള ശക്തമായ താക്കീതാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. അതുപോലെ ഇസ്രായേലിനുള്ളിലേക്കും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത്തരം വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ഇറാനെ പോയി ചൊറിയാൻ നിൽക്കില്ല അമേരിക്ക എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായാൽ അത് കനത്ത തിരിച്ചടി ഇറാൻ നൽകുന്നതിന് കാരണമാകും. അമേരിക്കയ്ക്ക് വലിയ, അത് നമുക്ക് കണക്കുകൂട്ടാൻ പോലും കഴിയാത്ത അത്രയും $മില്യൺ നഷ്ടമുണ്ടാകും. സൈനിക കേന്ദ്രങ്ങൾ തകർക്കപ്പെടും. പിന്നെ ഒരു തിരിച്ചുവരവ് പോലും സാധ്യമാണെന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ നാമാവശേഷമാക്കാനുള്ള ശേഷി ഇറാനുണ്ട്. ഇറാൻ വെറുതെ ഇരിക്കുന്നതല്ല. എന്ന് മാത്രമല്ല, ഇസ്രായേലിനും വലിയ നാശനഷ്ടം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മുന്നിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇല്ല എന്നാണ് രേഷ്മ തോന്നുന്നത്.